പ്രിയ കുട്ടികളെ, കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ എന്താണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻസിൽ അടങ്ങിയിരുന്ന കമ്പോണൻസ് എന്താണ്, ഇവയെല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ തന്നിരുന്ന ഹോംവർക്കുകളെല്ലാം ചെയ്തു കാണുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് കോമ്പോസിറ്റ് ഫംഗ്ഷൻസ് തന്നാൽ അവയുടെ ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നതിനെ പറ്റിയാണ്. മനസ്സിലായാലും ഡെറിവേറ്റീവ്സ്, ഹൗ ടു ഫൈൻഡ് ദ ഡെറിവേറ്റീവ്സ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻസ്. അതിന് ആദ്യം തന്നെ നമുക്ക് ഒരു തിയറം പഠിക്കേണ്ടതുണ്ട്. ആ തിയറത്തിന്റെ പേരാണ് ചെയിൻ റൂൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ. ഫംഗ്ഷൻ ഓഫ്, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് കോമ്പോസിറ്റ് തന്നെ ഉണ്ട്. ഒരു ഫംഗ്ഷൻ അത് വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, ഫംഗ്ഷൻ ഓഫ് അനദർ ഫംഗ്ഷൻ ഓഫ് അനദർ ഫംഗ്ഷൻ, അങ്ങനെ നീണ്ടു പോകും. അപ്പൊ അങ്ങനെയുള്ള ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമേ അതിനകത്തൊരു റൂളുണ്ട്, ചെയിൻ റൂൾ. ആ ചെയിൻ റൂൾ നമ്മൾ കാണാതെ പഠിച്ചേക്കുക. അത് ഉപയോഗിച്ച് 2-3 പ്രോബ്ലംസ് മാത്രമേ ഞാൻ ചെയ്യിക്കുള്ളൂ. പക്ഷെ അതിനേക്കാൾ എളുപ്പം ആ റൂൾ ഉപയോഗിക്കാതെ വളരെ പെട്ടെന്ന് നമുക്ക് കോമ്പോസിറ്റ് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാൻ സാധിക്കും. നിങ്ങളത് മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതിയാകും. പക്ഷെ അതൊരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ആ റൂളും കൂടി ഒന്ന് പഠിപ്പിക്കുകയാണ്. അപ്പൊ എന്താണ് ചെയിൻ റൂൾ എന്ന് നോക്കാം. ചെയിൻ റൂൾ, മറ്റൊരു പേരും കൂടി ഉണ്ട്, ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ. അതിനോട് എഴുതുന്നില്ല, നോട്ട്ബുക്കിൽ എഴുതിക്കോളാം. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ. റൂൾ എന്താണെന്ന് ഞാൻ ആദ്യം പറയുകയാണ്. ഇഫ് y ഈസ് എ ഫംഗ്ഷൻ ഓഫ് യു, എക്സിന് വരെ യു എന്നൊരു വേരിയബിൾ എടുത്തത് കോൺസ്റ്റന്റ് ഒന്നും അല്ല കേട്ടോ, ഫംഗ്ഷൻ ഓഫ് യു, അതായത് y ഇൻ ടേംസ് ഓഫ് യു ആണ്, എക്സ് അല്ല, y ഇൻ ടേംസ് ഓഫ് യു. ആൻഡ് ഇനി അതിനകത്ത് യു നോക്കുക, ആ യു മാറ്റാൻ പോയി. യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് വേറെ ഫംഗ്ഷൻ എഫ് മാറ്റിയിട്ട് ഞാൻ ജി എന്ന് പേര്, ഫംഗ്ഷൻ ഓഫ് എന്നുള്ളത് ചിഹ്നം മാത്രമാണ് കേട്ടോ, എക്സ് എങ്കിൽ ഒരു കണ്ടീഷനാണ്. വൈ എന്നുള്ളത് യുവിലുള്ളൊരു ഫംഗ്ഷനും പിന്നെ അതിനകത്ത് യു എന്ന് പറയുന്നത് എക്സിലുള്ള മറ്റൊരു ഫംഗ്ഷനും ആണെങ്കിൽ ദെൻ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു ദ ലാസ്റ്റ് വേരിയബിൾ എക്സിന് എന്ന് ഈ ചാപ്റ്റർ മുഴുവൻ നമ്മൾ ഇതാ പഠിക്കുന്നത്. ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് തന്നെയാണ്. ദെൻ ഡി വൈ ബൈ ഡെറിവേറ്റീവ് ഓഫ് വൈ, ഇത് വായിക്കുന്നത് എങ്ങനെയാണ്, ഡെറിവേറ്റീവ് ഓഫ് വൈ, ഇതാണ് ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ നമുക്ക് അവിടെ വൈ ഇൻ ടേംസ് ഓഫ് യു ആണ്, യു ഇൻ ടേംസ് ഓഫ് എക്സ് ആണ്. അപ്പം വൈക്ക് എക്സിനോട് ബന്ധം, പക്ഷെ നേരിട്ടുള്ള ബന്ധമല്ല അവിടെ വരുന്നത്. വൈ ആദ്യം യു ആയിട്ടാണ് ബന്ധം സ്ഥാപിക്കുന്നത്, യു ആണ് എക്സുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത്. ഇടയ്ക്ക് ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ട്, യു എന്ന് പേരായ ഒരു മീഡിയേറ്റർ ഉണ്ട്. വൈ യുവിനോട് ബന്ധം സ്ഥാപിക്കുന്നത്, യു എക്സിലേക്ക് ബന്ധം സ്ഥാപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് വൈ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിനോട്ടഡ് ബൈ ഡി വൈ ബൈ ഡി. മറ്റൊരു ചില എന്താണ്, എഫ് ഡാഷ് എക്സ് എന്നും പറയാം, രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ദെൻ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് വൈ ഇൻ ടേംസ് ഓഫ് യു അല്ല, അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു യു ആദ്യം, ഡി വൈ ബൈ ഡി യു എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു യു ആണ്. വൈയിൽ അടങ്ങിയിരിക്കുന്ന വേരിയബിൾ യു ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു യു ഇൻറ്റു ആണ് കേട്ടോ, പ്ലസ് ഓ മൈനസ് അല്ല, ഇൻറ്റു തന്നെ ഇടണം നിർബന്ധമായിട്ട്. ഇൻറ്റു പിന്നെ ഇതിന്റെ താഴെ വരുന്ന ഡി യു, ഇനി ആ ഡി യുവിൽ തുടങ്ങാം, ഡെറിവേറ്റീവ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇപ്പൊ രണ്ട് ഡെറിവേറ്റീവ്സ് ഉണ്ട്. വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് യു കണ്ടുപിടിക്കുക, യുവിന്റെ ഡെറിവേറ്റീവ് യു ഇൻ ടേംസ് ഓഫ് എക്സ് ആണ്, കുഴപ്പമില്ല, യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അപ്പൊ യുവിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇത് രണ്ടും വേറെ വേറെ കണ്ടുപിടിച്ചിട്ട് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. ഇതിനെയാണ് ചെയിൻ റൂൾ എന്ന് പറയുക. അതായത് രണ്ട് കമ്പോണൻസ് അടങ്ങിയിരിക്കുന്ന ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണുന്നതിനുള്ള ഫോർമുല. രണ്ട് കമ്പോണൻസ് അടങ്ങിയിട്ടുണ്ട് അതിനകത്ത്, അതിന്റെ ഡെറിവേറ്റീവ് കാണാനുള്ള ഫോർമുല. പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും സംഭവം. ഇപ്പൊ നമുക്കിവിടെ ശരിക്കും ഒരു ചെയിൻ ആണ്. ചെയിൻ നമുക്കറിയാം, ചെയിൻ മാല, പല പല കണ്ണികൾ ചേർത്താണ് മാലകൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഇതൊരു മൊത്തമായിട്ട് പറഞ്ഞാൽ ഇതൊരു ചെയിൻ ആണ്. ഇതിനകത്ത് രണ്ട് കണ്ണികൾ ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന് ചെയിൻ റൂൾ. ഈ റൂളിന്റെ ഉപയോഗം എന്താണ്, രണ്ട് ഫംഗ്ഷനുകളുടെ കോമ്പോസിറ്റ് തന്നിട്ട് അതിന്റെ ഡെറിവേറ്റീവ് കാണാൻ ചോദിച്ചാൽ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് കാണാൻ ചോദിച്ചാൽ ഈ ഫോർമുലയാണ് ഓർമ്മ വരട്ടെ. ഈ ഫോർമുല അപ്പൊ ആദ്യമേ ഡി വൈ ബൈ ഡി യു കണ്ടുപിടിക്കണം, ഡി യു ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. അപ്പൊ ഈ യു എവിടുന്നാണെന്ന് വെച്ചാൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് യു, അത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലായിക്കൊള്ളുന്നതാണെന്നുള്ളത്. ഇനി നമുക്ക് ഇതിന് ഈ റൂളിനെ ഒന്നും കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. അതായത് മൂന്ന് ഫംഗ്ഷൻസിന്റെ കോമ്പോസിറ്റ് തന്നിട്ട് അതിന്റെ ഡെറിവേറ്റീവ് കാണുന്നത് എങ്ങനെ, അതും കൂടി നമ്മൾ പുസ്തകത്തുണ്ട്, ചില പ്രോബ്ലംസ് ഉണ്ട്, അതും കൂടി ഒന്ന് പഠിച്ചിട്ട് പ്രോബ്ലത്തിലേക്ക് പോകാം.
ഇതിന്റെ എക്സ്റ്റൻഷൻ ഓഫ് ദി ചെയിൻ റൂൾ. എക്സ്റ്റൻഷൻ ഓഫ് ദി ചെയിൻ റൂൾ. ഇഫ് y is a function of u is a function of function of v ആണെന്നിരിക്കട്ടെ. നേരത്തെ എക്സ് പറഞ്ഞു അവിടെ രണ്ട് കമ്പോണൻസ് ഉണ്ടായിരുന്നു, ഇവിടെ മൂന്ന് കമ്പോണൻസ് ഉണ്ട്. y is a function of u ആണ്. y in terms of u ആണ്. u in terms of v ആണ്. വേറൊരു വേരിയബിൾ തന്നെയാണ്, കോൺസ്റ്റന്റ് ഒന്നും അല്ല. ആൻഡ് v is a function of h of എന്ന് കൊടുക്കണം. f g h ഫംഗ്ഷൻ ഓഫ് എന്നുള്ള അർത്ഥമാണ്. ഫംഗ്ഷൻ ഓഫ് x കണ്ടോ ആണെങ്കിൽ ഇവിടെ മൂന്ന് കമ്പോണൻസ് ഉണ്ട്. y യുവിനെ ആശ്രയിച്ചിരിക്കുന്നു, u v യെ ആശ്രയിച്ചിരിക്കുന്നു, v എന്നുള്ളത് എക്സിനെ. അപ്പൊ ശരിക്കും വൈക്ക് എക്സിനോട് ബന്ധമുണ്ട്, നേരിട്ടുള്ള ബന്ധമില്ല. ഇടയ്ക്ക് രണ്ട് മീഡിയേറ്റേഴ്സ് ഉണ്ട് അല്ലെ. ആരൊക്കെയാണ്? വി ഉണ്ട്, യു ഉണ്ട്, വി ഉണ്ട്. ഇവര് മുഖേന എക്സുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയാണ്. ആണെങ്കിൽ ദെൻ നമുക്ക് ഇവിടെയും കണ്ടുപിടിക്കേണ്ടത് എന്ത് തന്നെയാണ്? ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു ദ ലാസ്റ്റ് വേരിയബിൾ x തന്നെയാണ്. ദെൻ ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x dy by dx തന്നെയാണ് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ f dash x ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഡെറിവേറ്റീവ് ഓഫ് y dy തുടങ്ങാം, അവസാനം dx അവസാനിക്കാൻ അത്രയും ഓർത്താൽ മതിയാവും. ഓർത്തിരിക്കാൻ എളുപ്പമാർഗമാണ് ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു u. കാരണം y യുവിനെ ആശ്രയിച്ചിരിക്കുന്നത്. ഇപ്പൊ ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു u ഇൻറ്റു ആണ്, മറന്നു പോകരുത്. ഇനി ഇതേ തുടങ്ങണം. താഴെയുള്ളത് അടുത്ത സ്റ്റെപ്പ് വരുമ്പം ഇത് മുകളിൽ വരണം. ഡെറിവേറ്റീവ് ഓഫ് u വിത്ത് റെസ്പെക്ട് ടു v, കാരണം u v യെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് u വിത്ത് റെസ്പെക്ട് ടു v ഇൻറ്റു ഇത് തുടങ്ങണം. ഡെറിവേറ്റീവ് ഓഫ് v വിത്ത് റെസ്പെക്ട് ടു x, v എന്നുള്ള എക്സിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇത് ഓർത്തിരി കുഴപ്പമുണ്ട്. ഈ ഡി യു ക്യാൻസൽ ആയി പോകുന്ന സങ്കല്പിക്കുക, ഡി വി ക്യാൻസൽ ആയി പോകുന്ന സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ കിട്ടുന്ന? ഡി വൈ ബൈ എക്സ് മിച്ചം വരില്ല. അപ്പൊ ഡി വൈ ബൈ ഡി സിക്കൽ ടു ഡി വൈ ബൈ എക്സിന് കിട്ടും. പക്ഷെ ഇവിടെ നോക്കിയേ, ഇതൊരു ചെയിൻ തന്നെയാണ്. ഈ ചെയിനകത്ത് മൂന്ന് കണ്ണികളുണ്ട്. ഇതുപോലെ വീണ്ടും നമ്മൾ പറഞ്ഞത് 4 കണ്ണികളുള്ളോ 5 കണ്ണികളോ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. അത് ഹയർ ക്ലാസ്സിൽ മാത്സ് എടുത്ത് പോകുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചോളും. തൽക്കാലം നമുക്ക് ഈ രണ്ടെണ്ണം അറിയാം. ആദ്യം പഠിച്ചത് മെയിൻ ആയിട്ടുള്ള ചെയിൻ റൂൾ, രണ്ട് ഫംഗ്ഷൻസിന്റെ കോമ്പോസിറ്റിന്റെ ഡെറിവേറ്റീവ് കാണാനുള്ള റൂൾ. ഇപ്പോൾ എഴുതിയിരിക്കുന്നത് 3 ഫംഗ്ഷൻസിന്റെ കോമ്പോസിറ്റ് തന്നാൽ അതിന്റെ ഡെറിവേറ്റീവ് കാണാനുള്ള റൂൾ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസിലേക്ക് വരാം. 2-3 എക്സാമ്പിൾ കഴിയുമ്പോൾ നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് പാടുന്നുണ്ട്. മനസ്സിലാകാത്തവര് വിളിച്ച് ചോദിക്കുക. ഒന്നാമത്തെ എക്സാമ്പിൾ ചോദ്യം ഇതാണ്: ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഓഫ് ഇ റേസ് ടു എക്സ്. ഇതാണ് ചോദ്യം. സൈൻ ഓഫ് ഇ റേസ് ടു എക്സ് എന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടു. ഇത് രണ്ട് മെത്തേഡിലും ചെയ്യാം. നമുക്ക് ചെയിൻ റൂൾ ഉപയോഗിച്ച് ചെയ്ത് കാണിക്കാം. അതിനുശേഷം എളുപ്പ മെത്തേഡ്, ഷോർട്ട് കട്ട് മെത്തേഡും ചെയ്തു. നമ്മൾ ആ ഷോർട്ട് കട്ട് മെത്തേഡ് മാത്രമേ പഠിക്കുന്നുള്ളൂ. ശരിക്കും ഇതെന്താണ്? ഇതൊരു രണ്ട് ഫംഗ്ഷനുകളുടെ കോമ്പോസിറ്റ് ആണ് അല്ലെ. ഇതിനകത്ത് രണ്ട് കമ്പോണൻസ് ഏതൊക്കെയാണ്? സൈൻ എക്സ്, ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് സൈൻ എക്സ്. അപ്പൊ ഇതിനകത്ത് കമ്പോണന്റുകൾ എന്ന് പറയുന്നത് സൈൻ എക്സും ഉണ്ട്, ഇ റൈസ് ടു എക്സ് ഉണ്ട്. ആ രണ്ട് ഫംഗ്ഷനുകളുടെ കമ്പോസിറ്റ് ആണ്, ഇതാണ് കോമ്പോസിറ്റ് ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, അതാണ് ചോദ്യം ഇവിടെ. ഇപ്പൊ നമ്മൾ ആസ് യൂഷ്വൽ സാധാരണ എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ പ്ലസ് 1 മുതൽ പഠിച്ചു വരുന്നത്. ആദ്യം തന്നിരിക്കുന്ന ഫംഗ്ഷന് y എന്ന് പേര് കൊടുക്കുക, അല്ലെങ്കിൽ എഫ് എക്സ് എന്ന് പേര് കൊടുക്കുക, ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ഇനി നമ്മൾ y ഇട്ട് ശീലിച്ചാൽ മതിയാവും. വേണമെങ്കിൽ എഫ് എക്സ് ഇടാം, y ഇട്ടാൽ ഡി വൈ ബൈ എക്സ് കിട്ടും. y എന്നാണ് നമ്മൾ ഫംഗ്ഷന് പേര് കൊടുക്കുന്നതെങ്കിൽ ഡെറിവേറ്റീവിന് ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. ഇനി അതിൽ എഫ് എക്സ് എന്നാണ് നിങ്ങൾ പേര് കൊടുക്കുന്നതെങ്കിൽ എഫ് ഡാഷ് എക്സ് എന്ന് പേര് കൊടുക്കുക. അത്രയും വ്യത്യാസമുള്ളൂ, രണ്ടും ഒന്ന് തന്നെ. അപ്പൊ ആദ്യമേ ഞാനെന്നെ ലെറ്റ് ഇതേപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ലെറ്റ് y ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് ഇ റേസ് ടു എക്സ്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഞാൻ y എന്ന് പേര് കൊടുത്തു. ഇനി നമുക്ക് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാൻ പാകത്തിന് ഇതിലെ യു ഒക്കെ കൊണ്ടുവരണ്ടേ? ഇതിനകത്ത് രണ്ട് കമ്പോണൻസേ ഉള്ളൂ. അപ്പം ആദ്യത്തെ ചെയിൻ റൂളാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. അപ്പൊ ഇതിനകത്തൊരു യു വരണമല്ലോ. യു ഒന്നും കാണുന്നില്ല ഇവിടെ. അപ്പൊ ഞാൻ എടുക്കുക, പുട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. പുട്ട് ഇ റേസ് ടു എക്സ് ഈക്വൽ ടു, അല്ലെങ്കിൽ യു ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് എന്ന് ഞാൻ കൊടുക്കുക. അതായത് സൈഡിന്റെ ബ്രാക്കറ്റ് വരുന്ന രണ്ടാമത്തെ കമ്പോണന്റിനെ ഞാൻ യു എന്ന് പേര് കൊടുക്കും. അങ്ങനെ വരുമ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്തായിട്ട് വരും? ദെൻ y ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് ഇ റേസ് ടു എക്സ് യു കൊടുത്തില്ലേ? അപ്പോൾ ഇതെന്തായിട്ട് മാറും? സൈൻ ഓഫ് യു. ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സൈൻ ഓഫ് യു ആയിട്ട് മാറി. ആൻഡ് ഈ യു ഒന്നും കൂടി എടുത്തിടാം. ആൻഡ് യു ഈസ് ഈക്വൽ ടു, ഇപ്പോൾ നോക്കിക്കേ, നമ്മൾ ചെയിൻ റൂൾ പറഞ്ഞ കാര്യം തന്നെ വരും. y is a function of u. y in terms of u ആയി മാറി. y is a function of u and u is a function of x. u in terms of x.
Then what is the question? Find dy by dx. Find the derivative of y with respect to x തന്നെയാണ് ചോദ്യം. എന്താണ് ഏത് റൂളാണ് ആദ്യത്തെ റൂൾ ഓർമ്മ വരിക? dy by du into du by dx. അപ്പൊ ആദ്യമേ നമുക്ക് dy by du കണ്ടുപിടിക്കാം. That is d by du of y. ഇതിന്റെ അർത്ഥം എന്താണ്? d by du of y ആണ് കേട്ടോ. അതാണ് dy by dx എന്ന് പറയുന്നത്. Of y. y എന്താണ് ഇവിടെ? Sin u. ഇവിടെയൊക്കെയാണ് ഇനി മുതലാണ് നിങ്ങൾ ചോദിച്ച ഫോർമുലകളുടെ ഉപയോഗം വരുന്നത്. വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് sin x വിത്ത് റെസ്പെക്ട് ടു x? cos x. എല്ലാവരും ചോദിച്ചാൽ അതാ പറഞ്ഞത്, ഫോർമുലകൾ അറിയാവുന്നവർക്ക് മാത്രമേ ഇനി അങ്ങോട്ട് മനസ്സിലാകുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് sin u വിത്ത് റെസ്പെക്ട് ടു വേരിയബിൾ മാറുന്നതിലൂടെ എക്സിന് പകരം താഴെ മുകളിൽ u തന്നെയാണ്. ഡെറിവേറ്റീവ് sin u വിത്ത് റെസ്പെക്ട് ടു u തന്നെയാണ്. എന്തായിരിക്കും അപ്പോൾ? cos u ദാറ്റ് ഈസ് ഈക്വൽ ടു cos u. ഇനി ചെയിൻ റൂളിലെ അടുത്ത കണ്ടീഷൻ എന്താണ്? dy by du into du by dx അല്ലേ? അപ്പൊ രണ്ടാമത് എന്താ വേണ്ടത്? du by dx. അപ്പൊ നമുക്ക് ഇനി അടുത്തത് സ്ഥലമില്ലാത്തതുകൊണ്ട് എഴുതാം. du by dx that is equal to d by dx of u. d by dx of u ആണ്. u എന്ന് പറയുന്നതാണ് e raised to x. ഇത് നിങ്ങൾക്ക് പരിചയമുള്ളതല്ലേ? ഫോർമുല ചോദിച്ചതാണ്. d by dx of e raised to x എന്താണ്? e raised to x തന്നെ, മാറ്റമൊന്നുമില്ല, e raised to x തന്നെ. അപ്പം ചെയിൻ റൂളിന് ആവശ്യമായിട്ടുള്ള ചെയിൻ റൂളിലെ ആ ചെയിനിലെ രണ്ട് കണ്ണികളും കിട്ടി. dy by du കിട്ടി, du by dx കിട്ടി. അതുകൊണ്ട് ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? therefore ഇവിടെ എഴുതി തുടങ്ങണം. therefore dy by dx ഫോർമുല ഒന്നുകൂടി എഴുതുക. dy by du into du by dx. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. That is equal to last step. dy by du എന്താണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്? cos u. That is cos u into e raised to. ആൻസർ ആയി കഴിഞ്ഞു. ഇനി ഒരു പ്രത്യേകത ഉണ്ട്. ഇത്ര എഴുതിയാൽ ഫുൾ മാർക്ക് ഇടും. തന്നിരിക്കുന്ന ചോദ്യം എക്സിന്റെ ടൈമിൽ അല്ലായിരുന്നോ? പക്ഷെ ഇവിടെ എന്താ ആൻസർ കിട്ടുന്നത്? യുവിന്റെ ടൈമിലല്ലേ? ആ യു എന്നാ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തല്ലേ? നമ്മുടെ സൗകര്യാർത്ഥം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. അതുകൊണ്ട് പഴയ യുവിന് പകരം നമ്മൾ കൊടുത്തതുകൊണ്ട് കൊടുക്കുക. അപ്പൊ എന്തായിട്ട് മാറും? cos e raised to x into e raised to x. വേണമെങ്കിൽ തിരിച്ച് e raised to x ആദ്യം എഴുതി ഭംഗിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ e raised to x into cos e raised to x. ഇതാണ് എന്റെ ഡെറിവേറ്റീവ്. ഈ sin e raised to x ന്റെ ഡെറിവേറ്റീവ് എന്താണ് അപ്പോൾ? cos e raised to x into x, അല്ലെങ്കിൽ തിരിച്ച് e raised to x into cos e raised to x. ഇത്രയുള്ള ആൻസർ. ഇനി അതേ പ്രോബ്ലം തന്നെ ഞാൻ ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്യാം. നമ്മൾ ഇനി ഇത് പ്രാക്ടീസ് ചെയ്താലും മതി. ഇതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. ഇതിന്റെ ഒരു 4-1 സ്റ്റെപ്പുകൾ കൊണ്ട് നമുക്ക് ഡെറിവേറ്റീവ്സ് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. നമുക്ക് ആദ്യം ആസ്യൂഷൻ നമ്മൾ നേരത്തെ ചെയ്ത് പറഞ്ഞ തന്നിരിക്കുന്ന ഫംഗ്ഷനെ y എന്ന് പേര് കൊടുത്തു. ഇനി ഇവിടെ നമ്മുടെ ചെയിൻ റൂൾ ആണെന്ന് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. നേരെ dy by dx ലേക്ക് പോകാൻ, വേറെ u എന്നൊന്നും കൊടുക്കണ്ട. നേരെ dy by dx തന്നെയാണ് ഈക്വൽ ടു dy by dx ആണ് കണ്ടുപിടിക്കേണ്ടത്. dy by dx is equal to that is d by dx of y അല്ലേ? y ക്ക് വരുന്ന കൊടുത്ത് എഴുതിയേക്കാം നമുക്ക്. sin of e raised to x. സൈൻ ഓഫ് ഇവിടെ ചെറിയ ബ്രാക്കറ്റ് ഇട്ടില്ല, എനിക്ക് കുഴപ്പമില്ല, ഇടാൻ വേണമെങ്കിൽ ഇടാം. ഇനി ഇത് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇതേ രൂപത്തിലുള്ള ഫോർമുല നിങ്ങളോട് ഞാൻ ചോദിച്ചതാണ്. ഫോർമുലയുടെ ലിസ്റ്റില് കഴിഞ്ഞ ആഴ്ച ചോദിച്ച ഫോർമുല ലിസ്റ്റിൽ കിടപ്പുണ്ടത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന് ആദ്യതാണ്. ഡെറിവേറ്റീവ് ഓഫ് sin x നിങ്ങൾക്കറിയാം, cos x. പക്ഷെ ഇത് sin x അല്ല. ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് sin x. sin x ന്റെ രൂപത്തിലാണെന്നേ ഉള്ളൂ. sin x അല്ലത്. ഇത് sin x ന്റെ രൂപത്തിലാണ്. എക്സിന് പകരം e raised to x ആണെന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആദ്യമേ sin x ന്റെ ഇത് ഏത് രൂപത്തിലാണ്? sin x ന്റെ രൂപത്തിലാണ്. അപ്പൊ sin x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? അത് ഓർക്കുക. cos. അത് ഓർമ്മയിൽ നിന്ന് വരേണ്ടതാണ്, ഫ്ലുവന്റ് ആയിട്ട് ഇങ്ങനെ വരേണ്ട, ഒഴുകി വരേണ്ടതാണ്. sin x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? cos x. എന്നതുപോലെ sin e raised to x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? cos of e raised to x. ആദ്യം നമ്മൾ എഴുതിയിരുന്നില്ല. ആദ്യമേ നമ്മൾ sin x ന്റെ ഫോർമുല ഓർമ്മ വന്നു, cos x ആണ്. അപ്പൊ sin e raised to x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ cos of e raised to x എന്ന് എഴുതി, എന്നിട്ട് ഇൻറ്റു ഇടുന്നു. എന്നിട്ട് ആ എക്സിന് പകരം വന്നിരിക്കുന്ന ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എക്സിന് പകരം ഏതാ വന്നിട്ട്? എക്സ് ആയിരുന്നു കുഴപ്പമില്ല, സൈൻ എക്സ് ആയിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു. കോസ് എക്സ് എഴുതി സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു. ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എക്സിന് പകരം e raised to x. അപ്പൊ ആ എക്സിന് പകരം വന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതാ? e raised to x അല്ലേ? അതിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇൻറ്റു ചെയ്യുക. ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഇൻറ്റു ചെയ്യുക. അപ്പൊ ഇൻറ്റു d by dx ഓഫ് e raised to x വേണം എഴുതാം. ഇവിടെ നിങ്ങൾ പ്രാക്ടീസ് ആയ ശേഷം ഈ സ്റ്റെപ്പ് ഒക്കെ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇൻറ്റു d by dx ഓഫ് e raised to x. ന് പകരം വന്ന e raised to x ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇൻറ്റു ചെയ്തു. ഒരു സ്റ്റെപ്പ് കൂടി എഴുതേക്കാം. ദാറ്റ് ഈസ് cos ഓഫ് e raised to x. ഇവിടെ ഇത് തീർന്നതാണ്. ഇൻറ്റു ഇത് കഴിഞ്ഞതാണ്. ഇനി e raised to x ന്റെ ഡെറിവേറ്റീവ് എന്താ? അതും ഫോർമുല ലിസ്റ്റ് കിടപ്പുണ്ട്. അവസാനം വരുമ്പോൾ എല്ലാം ഫോർമുല ലിസ്റ്റിലേക്ക് പോകുക. അല്ല, ദാറ്റ് ഈസ് ഈക്വൽ ടു e raised to x. ഇത് തന്നെയല്ലേ ആദ്യമേ കിട്ടിയ ആൻസർ? ആദ്യം കിട്ടിയ ആൻസർ തന്നെയല്ലേ?
അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്, തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏത് രൂപത്തിലാണെന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ ഫോർമുല ലിസ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിനെ ഡെറിവേറ്റീവ് കിട്ടും. ആ ഫോർമുല അപ്ലൈ ചെയ്യാം. എന്നിട്ട് അവിടെ എക്സിന് പകരം വന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണെന്ന് നോക്കുക. അതിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഇൻഡ്യൂ ചെയ്താൽ ആൻസർ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി ഞാൻ ചെയ്യാം. അതിനുശേഷം ടെക്സ്റ്റിലെ കുറച്ച് ഏതാനും ക്വസ്റ്റ്യൻസ് മാത്രം, ബാക്കി ഹോംവർക്കേ തരുന്നുള്ളൂ കേട്ടോ. ചോദ്യം 2, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ഇതായിക്കോട്ടെ എക്സ് സ്ക്വയർ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. എക്സ് സ്ക്വയർ ആണ് കേട്ടോ. എക്സ് സ്ക്വയർ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. രണ്ട് തരത്തിൽ ചെയ്യും. ചോദ്യം കൂടി രണ്ട് തരത്തിലും ചെയ്യാം. അപ്പൊ ആദ്യമേ നമ്മൾ ചെയ്യണം, അതിനൊരു പേര് കൊടുക്കണം. പേര് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണും. പേരില്ലെങ്കിൽ ഒരു പേര് കൊടുക്കുക. ഒന്നുകിൽ y എന്നോ അല്ലെങ്കിൽ fx കൊടുക്കുക. ലെറ്റ് y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പേര് കൊടുത്തു. ആദ്യമേ നമുക്ക് ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ അതിനകത്ത് u വരണം. അപ്പൊ ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് ഓഫ് 2 ഫംഗ്ഷൻസ്. ഏതൊക്കെയാണ് ഇതിനകത്ത് 2 കമ്പോണൻസ്? ഏതൊക്കെയാണ് ഇതിനകത്ത് 2 കമ്പോണന്റുകൾ? ഏതൊക്കെയാണ്? ഇത് ഏത് രൂപത്തിലാണ്? എക്സ് സ്ക്വയറിന്റെ രൂപം. ഇതിനകത്ത് 2 കമ്പോണന്റുകളാണ്. എക്സ് സ്ക്വയർ ഉണ്ട്, പിന്നെ എക്സിന് പകരം കൊടുത്തത് എക്സ് സ്ക്വയർ പ്ലസ് 1. അങ്ങനെ ചിന്തിച്ചാൽ മതിയാവും. മൊത്തമായിട്ട് എക്സ് സ്ക്വയറിന്റെ രൂപത്തിലാണ്. അപ്പൊ ആദ്യത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയറും പിന്നെ അതിനകത്ത് എക്സിന് പകരം കൊടുത്തത് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പൊ അവയുടെ രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കോമ്പോസിറ്റ് ആണിത്. ചോദ്യം ഇവിടെ ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡില് ചെയിൻ റൂൾ ഉപയോഗിച്ചു. ആദ്യമേ നമുക്ക് യു വേണം. അപ്പൊ എന്താണ് എക്സിന് പകരം വന്നിരിക്കുന്ന ആരാ നോക്കിയേ? ഇത് എക്സ് സ്ക്വയറിന്റെ രൂപത്തിലാണ്. എക്സിന് പകരം വന്ന എക്സ് സ്ക്വയർ. അപ്പൊ അത് നമുക്ക് യു എന്ന് കൊടുക്കാം. അപ്പൊ പുട്ട് യു ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1. എക്സിന് പകരം വന്ന എക്സ് സ്ക്വയർ പ്ലസ് 1 യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ വരുമ്പോൾ y എന്തായിട്ട് മാറും? പുതിയ y എന്തായിട്ട് മാറും? പുതിയ y ഇതിന് പകരം യു കൊടുത്തില്ലേ? അപ്പോൾ ഇതെന്തായിട്ട് മാറും? യു സ്ക്വയർ. y is a function of u. y in terms of u ആയി മാറിക്കഴിഞ്ഞു. ആൻഡ് ആ യു ഒന്നും കൂടി എടുത്തെഴുതാം. u is equal to x square plus it is a function of x. ചെയിൻ ഉള്ളിൽ പറഞ്ഞിരിക്കുന്നത് തന്നെയല്ലേ? y is a function of u and u is a function of x. എന്താണ് കണ്ടുപിടിക്കുന്നത്? dy by dx ആണ്. ഫോർമുല എന്താണെന്ന് ഓർക്കുക. dy by du വേണം, du by dx ആണ്. രണ്ടും ഓരോന്നായി കണ്ടുപിടിച്ചിട്ട് ഇത് ചെയ്താൽ ആൻസർ ആകും. അപ്പൊ ആദ്യമേ നമുക്ക് dy by du, that is d by du of u. y is equal to u square. ഇത് കാണാൻ പഠിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫോർമുല ലിസ്റ്റിലെ രണ്ടാമത്തെ ഫോർമുല x raised to n is equal to derivative of x raised to n into x raised to n minus 1. അതിന് താഴെ 6 എക്സാമ്പിൾസ് ബൈ ഹാർട്ട് ആക്കുന്നുണ്ട്. ഫോർമുല വെച്ച് പലരും ബുക്കേ പോലെ എഴുതിയിട്ടില്ലെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ യു സ്ക്വയർ ഇസ് ഇൻ ദ ഫോം ഓഫ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് എന്താണ്? 2x. അത് പഠിച്ചാലുള്ള ഗുണമാണ്. അതുപോലെ തന്നെ യു സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് യു എന്താണ്? 2u. അതാണ് ഫോർമുല കാണാൻ പഠിക്കാന്ന് പറഞ്ഞത്. ഇനി അടുത്ത എന്താ വേണ്ടത്? കണ്ണിയിലെ രണ്ടാമത്തെ ചെയിൻ റൂളിലെ രണ്ടാമത്തെ കണ്ണി ഏതാണ്ടാ? du by dx. അപ്പൊ du by dx, that is d by dx of u. എന്താണ് u എന്ന് പറയുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് 1. ഇവിടുന്ന് കൊടുത്തേക്കാം എക്സ് സ്ക്വയർ പ്ലസ് 1. ഇത് നിങ്ങൾക്കറിയാം, 2 ഫംഗ്ഷനുകളുടെ സമ്മാണ് അല്ലെ? ഇതിന്റെ ഓരോന്നിനും ഡെറിവേറ്റീവ് കണ്ടിട്ട് കൂട്ടിയാൽ മതിയാവുമല്ലോ. പ്രോഡക്റ്റ് എന്നല്ല അവിടെ എക്സ് സ്ക്വയർ പ്ലസ് 1 ആയാലും മൈനസ് 1 ആണെങ്കിലും പഠിച്ചിട്ടുണ്ടല്ലേ? d by dx of fx plus or minus gx, d by dx of fx plus or minus d by dx of gx. അതുപോലെ തന്നെ രണ്ടെണ്ണത്തിന്റെ തുകയാണ്. ഓരോന്നിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ് വീട്ടും? 2x പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് എന്താണ്? നിങ്ങളെ കൊണ്ട് തിരിച്ചു പറഞ്ഞ് ഞാൻ ചോദിച്ചതാണ്. 1ന്റെ ഡെറിവേറ്റീവ് 0 ബിക്കോസ് ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ്. 1ന്റെ ഡെറിവേറ്റീവ് 0, that is equal to 2x, that is equal to 2x. അപ്പൊ നമുക്ക് ചെയിൻ റൂളിൽ ആവശ്യമായ 2 കണ്ടികൾ കിട്ടി. അതുകൊണ്ട് നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് വരാം. Therefore dy by dx is equal to, as usual നിങ്ങൾ ഫോർമുല എഴുതണം. എന്താണ് ഫോർമുല? dy by du into du by dx, that is equal to dy by du എന്താണ്? 2u into du by dx എന്താണ്? 2x. ആൻസർ ആയി. ഇത് ഒന്നും കൂടി എഴുതാം. that is equal to 2 into 2 ആണ്. 4 എഴുതാം. ഒരുമിച്ച് 4 അല്ലേ? 4 എഴുതാലോ? 4 into u നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്, തിരിച്ചു കൊടുക്കാം. u എന്നുള്ളത് വീണ്ടും എക്സ് സ്ക്വയർ പിന്നെ 4x ആദ്യം എഴുതിയേക്കാം. 2 into 2x 4x ആദ്യം എഴുതി. ഇത് ഒരു u കിടപ്പുണ്ട്. യുവിന് പകരം കൊടുക്കാം വീണ്ടും എക്സ് സ്ക്വയർ പ്ലസ് 1. ഇതാണ് ഫൈനൽ ആൻസർ. ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് പറയുന്നത് 4x into എക്സ് സ്ക്വയർ പ്ലസ് 1 കിട്ടും. ഇനി നമ്മള് ഷോർട്ട് കട്ട് മെത്തേഡിൽ അതേ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഒന്ന് കണ്ടു നോക്കാം. ഷോർട്ട് കട്ട് മെത്തേഡിൽ വളരെ പെട്ടെന്ന് കിട്ടും. അപ്പൊ ആദ്യമേ അതിന് പേര് കൊടുത്തു y is equal to x square plus 1 whole square. അപ്പൊ നേരെ എന്തിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും വേണ്ട, നേരെ dy by dx ലേക്ക് പോരുക. ആൻസറിലേക്ക് നേരെ പോരുക.
ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ അല്ലെ, വൈക്ക് പകരം എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇനി ഇത് നോക്കുക, ഇത് ഏത് രൂപത്തിലാണ്? നമ്മുടെ ഫോർമുല ലിസ്റ്റില് ഏത് ഫംഗ്ഷന്റെ രൂപത്തിലാണത്? ഇതൊന്ന് മറച്ചു പിടിച്ച് എക്സ് സ്ക്വയറിന്റെ രൂപത്തിലല്ലേ, അല്ലെങ്കിൽ എക്സ് റേസ് ടു എൻ ആ രൂപത്തിലാണ്. എക്സിന് പകരം എക്സ് സ്ക്വയർ പ്ലസ് ഒന്നുള്ളൂ. അപ്പൊ ആദ്യമേ എക്സ് സ്ക്വയറിന്റെ ഫോർമുല ഓർമ്മ വരിക. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എക്സ് 2x ആണ്. അപ്പൊ ആ ഫോർമുല ഉപയോഗിച്ചാൽ ഇതിന് എങ്ങനെയാണ്? 2 ഇൻറ്റു എക്സിന് പകരം എക്സ് സ്ക്വയർ പ്ലസ് 1 പോരാ. എക്സ് സ്ക്വയർ ആണ് 2x കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. എക്സ് സ്ക്വയർ ആണ് ഓക്കെ 2x. പക്ഷെ ഇത് എക്സ് സ്ക്വയർ അല്ല, എക്സ് സ്ക്വയറിന്റെ രൂപത്തിലാണെന്നേ ഉള്ളൂ. എക്സിന് പകരം എക്സ് സ്ക്വയർ പ്ലസ് ഉണ്ട്. അപ്പൊ ആദ്യമേ നമ്മൾ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഫോർമുല അപ്ലൈ ചെയ്തു. എന്ത് ഇൻറ്റു ചെയ്യണം? ഇൻറ്റു ഇതിന് എക്സിന് പകരം വന്നിരിക്കുന്നത് ആരാണ്? ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് ആരാ? എക്സ് സ്ക്വയർ പ്ലസ് അല്ലേ. അതിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഇൻറ്റു ചെയ്യണം. പരീക്ഷയ്ക്കൊക്കെ ഈ ഒരു സ്റ്റെപ്പ് നേരെ ആൻസർ ചെയ്യണം. 2x പ്ലസ് 1 നേരിട്ട് എഴുതിയാൽ മതി. ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതി കാണിക്കുകയാണ്. ദാറ്റ് ഈസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഡെറിവേറ്റീവ് എന്താണ്? 2x പ്ലസ് 0 അല്ലെ. 2x എഴുതിയാൽ മതി. 2x പ്ലസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2x ആദ്യം ചെയ്താൽ 4x ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1. ആൻസർ സെയിം തന്നെ കിട്ടിയില്ല. നോക്കി, വളരെ എളുപ്പം കിട്ടി. ഇനി നമുക്ക് അപ്പൊ ഇതുവരെ നമ്മൾ ചെയ്ത രണ്ട് ഫംഗ്ഷൻസിന്റെ കോമ്പോസിറ്റിന്റെ ഡെറിവേറ്റീവ് കാണുന്ന രണ്ട് പ്രോബ്ലംസ് ചെയ്തു, രണ്ട് മെത്തേഡിലും ചെയ്തു. ഇനി 3 ഫംഗ്ഷൻസിന്റെ കോമ്പോസിറ്റിന്റെ ഡെറിവേറ്റീവുകൾ കണ്ടിട്ട് നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഓഫ് ഇ റേസ് ടു എക്സ് സ്ക്വയർ എന്നിരിക്കട്ടെ. സൈൻ ഓഫ് ഇ റേസ് ടു എക്സ് സ്ക്വയർ ഇതൊരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. ഇതിനകത്ത് 3 കമ്പോണന്റുകളുണ്ട്. ഏതൊക്കെയാണെന്ന് പറയാമോ? 3 കമ്പോണന്റുകൾ സൈൻ എക്സ്. ആദ്യമേ മൊത്തം നോക്കാം. ആദ്യമേ ഏത് രൂപത്തിലാണ്? സൈൻ എക്സിന്റെ രൂപത്തിലാണ്. അപ്പൊ സൈൻ എക്സ് ഒന്ന്. പിന്നെ അതിനകത്ത് എന്താ ഇതേ രൂപത്തിലാണ്? ഇ റേസ് ടു എക്സിന്റെ രൂപത്തിലല്ലേ. അപ്പൊ ഇ റേസ് ടു എക്സ് വീണ്ടും എക്സിന് പകരം എക്സ് സ്ക്വയർ. അപ്പൊ ഇതിനകത്ത് 3 കമ്പോണന്റുകൾ ഏതൊക്കെയാണ്? സൈൻ എക്സ് ഉണ്ട്, ഇ റേസ് ടു എക്സ് ഉണ്ട്, വീണ്ടും എക്സ് സ്ക്വയർ ഉണ്ടെന്ന്. അത്രേ ഉള്ളൂ. അപ്പൊ ഇത് ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ 3 കണ്ണികളുള്ള ചെയിൻ റൂൾ എക്സ്റ്റൻഷൻ ആയിട്ട് പറഞ്ഞു തന്നായിരുന്നു. അതാണ്. അപ്പൊ ഏതാണ് ഇവിടെ? അപ്പൊ y is a function of u ആയിരിക്കണം, u is a function of v ആയിരിക്കണം, അല്ലെങ്കിൽ v is a function of x. ഇവിടെ u v ഒന്നും കാണുന്നില്ല. അപ്പൊ നമുക്ക് അത് കൊണ്ടുവരണം, u v ഒക്കെ കൊണ്ടുവരണം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ആദ്യമേ നമുക്ക് ഇതിനെ ലെറ്റ് y is equal to കൊടുക്കാം. കണ്ടോ, ആ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഞാൻ y എന്ന് പേര് കൊടുത്തു, അല്ലെ fx എന്ന് പേര് കൊടുത്തു. ഇനി വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പുട്ട് u is equal to e raised to x square എന്ന് ഞാൻ കൊടുത്തു. യു എന്നുള്ളത് ഈ കാണുന്ന സൈനിന്റെ ബ്രാക്കറ്റ് വന്ന ഇ റേസ് ടു എക്സ് സ്ക്വയറിന് യു എന്നിരിക്കട്ടെ. അപ്പൊ ഇത് സൈനുമായിട്ട് മാറിക്കോളും. വീണ്ടും ആ എക്സ് സ്ക്വയറിന് വരും. ആൻഡ് വി ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നും ഞാൻ കൊടുത്തു. ഇയുടെ മുകളിൽ വരുന്ന എക്സ് സ്ക്വയർ, എക്സിന് പകരം എക്സ് സ്ക്വയറിന് വി എന്നും പേര് കൊടുക്കും. അങ്ങനെയെങ്കിൽ ഈ ഫംഗ്ഷൻസ് ഒന്ന് നമുക്ക് മാറ്റി നോക്കാം. അങ്ങനെയാകുമ്പോൾ y എന്തായിട്ട് മാറും? ഒന്നുകൂടെ എടുക്കാം. ദെൻ y ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് യു ആയിട്ട് മാറും. കേട്ടോ, ഇ റേസ് ടു എക്സ് സ്ക്വയർ എന്നുള്ള യു എന്നല്ലേ കൊടുത്തത്? സൈൻ ഓഫ് യു ആയിട്ട് മാറി. യു എന്തായിട്ട് മാറും നോക്കിയേ? യു എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് സ്ക്വയർ അല്ലേ. അപ്പൊ ഇ റേസ് ടു എക്സ് സ്ക്വയർ വി എന്ന് കൊടുത്തല്ലോ. അപ്പൊ ഇ റേസ് ടു വി ആയിട്ട് മാറും. അതിന് വി ഒന്നും കൂടെ എടുത്തില്ല. വി ഈക്വൽ വിക്ക് യാതൊരു മാറ്റം. വി ഈക്വൽ എക്സ് സ്ക്വയർ ഉണ്ടോ? ഇപ്പൊ നോക്കി, y is a function of u. y in terms of u ആയി മാറി. u is a function of v ആയിട്ട് മാറി. and v is a function of x. രണ്ടാമത്തെ ചെയിൻ റൂളിലെ 3 കമ്പോണന്റുകളാണ്. അപ്പൊ dy by dx ആണല്ലോ ഫോർമുല ഓർക്കാം. dy by dx is equal to dy by du വേണം, du by dv വേണം, dv by dx വേണം. 3 കണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ആദ്യമേ നമുക്ക് ക്രമമായിട്ട് ചെയ്യാം. dy by du. ഇതിന്റെ അർത്ഥം എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു u. ദാറ്റ് ഈസ് d by du ഓഫ് y. y എന്താണ്? സൈൻ യു. സൈൻ യുവിന്റെ ഡെറിവേറ്റീവ് ഫോർമുല ലിസ്റ്റിലേക്ക് പോവുക. സൈൻ യുവിന്റെ ഡെറിവേറ്റീവ് കോസ് യു. കാരണം ഡെറിവേറ്റീവ് സൈൻ യു വിത്ത് റെസ്പെക്ട് ടു ഇത് കോൺസ്റ്റന്റ് അല്ല കേട്ടോ. യു കോൺസ്റ്റന്റ് അല്ല. യു കോൺസ്റ്റന്റ് ആണെങ്കിൽ സൈൻ യുടെ 0. ഇത് കോൺസ്റ്റന്റ് അല്ല. യു ഇസ് എ ഫംഗ്ഷൻ തന്നെയാണ്. സൈൻ യുവിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യു തന്നെയാണെന്ന് ഓർക്കുക. മുകളിലത്തെ വേരിയബിൾ തന്നെയാണ് താഴെ വരുന്നത്. അപ്പൊ സൈൻ യുവിന്റെ ഡെറിവേറ്റീവ് കോസ് യു ആണ്. കോസ് യു. പലർക്കും തെറ്റ് വരും. കാരണം കഴിഞ്ഞ ആഴ്ച ഫോർമുല ചോദിച്ചപ്പോഴത്തേന് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. അത് എക്സ് മാറ്റി കെ, ഒരു കോൺസ്റ്റന്റ് ഞാൻ എടുത്ത് പറഞ്ഞായിരുന്നു. എക്സ് മാറ്റി ഒരു കോൺസ്റ്റന്റ് കെ കൊടുക്കുമ്പോൾ സൈൻ കെ. സൈൻ കെയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ 0 ആവും. കാരണം സൈൻ കെ കോൺസ്റ്റന്റ് ആണ്. അവിടെ കെ കോൺസ്റ്റന്റ് പറയും. ഇവിടെ കോൺസ്റ്റന്റ് അല്ല. യു ഫംഗ്ഷൻ ഓഫ് എക്സ് തന്നെയാണ്.
യു ഫംഗ്ഷൻ തന്നെയാണ്, യു വി ഒക്കെ ഫംഗ്ഷൻസ് തന്നെയാണ്, കോൺസ്റ്റന്റുകളല്ല. അപ്പൊ ഇത് കിട്ടി, അവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തത് എന്താണ്? രണ്ടാമത്തെ കണ്ടി പറയാ dy by du du by dv ആണ്. ദാറ്റ് ഈസ് d by dv ഓഫ് u. u ഏതാണ് ഇവിടെ? e raised to v. ഇതെല്ലാം കൊടുക്കുന്നുണ്ടോ? പുതിയത് വേണം v ലെ ടൈം, കാരണം ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ഇത് നോക്കിയാൽ മതി. ഇനിയും പോലെ നിങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കി അന്നേരം അല്ല ഇത് നിങ്ങളെ വിതർന്നുകൊണ്ടേയിരിക്കും. ഡെറിവേറ്റീവ്സ് എല്ലായിടത്തും ഉള്ളതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് e raised to v ആണ്, അവിടെ എടുത്ത വേരിയബിൾ v. അപ്പൊ താഴെ അതേ വേരിയബിൾ തന്നെ വരണം. ഡെറിവേറ്റീവ് ഇത് ഏത് ഫോർമുലയുടെ രൂപത്തിലാണ്? ഫോർമുല ലിസ്റ്റില് e raised to x ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x നിങ്ങൾക്കറിയാം, e raised to x നെ. അപ്പൊ e raised to v യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു v തന്നെയാണ്. ഇപ്പൊ എന്തായാലും വരിക e raised to v തന്നെ. രണ്ടെണ്ണമായി ഒരു ചെയിൻ്റെ ഉള്ളിൽ ഒരു കണി കൂടി ഉണ്ടോ? ഞാനിവിടെ എഴുതാം. dy by du കഴിഞ്ഞു, du by dv കഴിഞ്ഞു. അടുത്തെന്താണ്? dv by dx ആണ്, കാരണം v in terms of x ആണ്. That is d by dx of x square. ഇതും ഫോർമുല ലിസ്റ്റിൽ കിടപ്പുണ്ടല്ലോ. That is 2x. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണാം ഫോർമുല പഠിച്ചതിന്റെ ഗുണം. ഫോർമുല പഠിക്കാത്തവർക്ക് ഇനി ഇതൊന്നും മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം. അപ്പൊ അത് കിട്ടി. ഇനി നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് വരാം. ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതണം, ശ്രദ്ധിക്കണം. അതുകൊണ്ട് ലാസ്റ്റ് dy by dx ആണ് ഇവിടെ ചോദ്യം. നമ്മുടെ ഫോർമുല എഴുതുന്നു dy by du into du by dv into dv by dx. That is equal to, ഇനി നമുക്ക് വാല്യൂ കൊടുക്കാം. dy by du ഇവിടെ കിടപ്പുണ്ടോ? cos u into du by dv. ഇവിടെ e raised to v കിടപ്പുണ്ട്, into du dv by dx ഇവിടെ കിടപ്പുണ്ട് 2x. ആൻസർ ആയി. ഇനി നമുക്ക് ഒന്നും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് u v ഒന്നും ക്വസ്റ്റൻ അതിലായിരുന്നല്ലോ, ക്വസ്റ്റൻ അത് x മാത്രമേ ഉള്ളൂ. അപ്പൊ അത് മൊത്തം x ലേക്ക് കൊണ്ടുവരണം. നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് യുവിന്റെ സ്ഥാനത്ത് വിയുടെ സ്ഥാനം കൊടുത്താൽ ഫൈനൽ ആൻസർ ആയി. വേണമെങ്കിൽ 2x വേണമെങ്കിൽ ആദ്യം എഴുതിയേക്കാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഈ 2x തന്നെ ഭംഗിക്ക് വേണ്ടി ആദ്യം എഴുതിയുള്ളൂ. 2x ആദ്യം എഴുതി, പിന്നെ e raised to അല്ലെങ്കിൽ cos ആയിക്കോട്ടെ, cos u. u എന്താണെന്ന് നോക്കി, എക്സിന്റെ ടേബിളിൽ എല്ലാ എക്സിലേക്ക് കൊണ്ടുവരണം, എക്സിന്റെ ടേബിളിൽ എഴുതാവുള്ളൂ. അപ്പൊ cos u e raised to x square into e raised to v. e raised to v കൂടെ കിടപ്പുണ്ടോ? v എന്താണ് വീണ്ടും? x square. ഇതാണ് ഇതിന്റെ ഫൈനൽ ആൻസർ. 3 ചെയിനുകൾ അല്ല, ഈ ചെയിനില് ഇതൊരു ചെയിൻ ആണെന്ന് സങ്കല്പം. ഈ ചെയിനില് ഒരു ചെയിന്റെ മുറി, അതിന് 3 കണികളുണ്ട്. 2x ഉണ്ട്, cos e raised to x square ഉണ്ട്, e raised to, അതുകൊണ്ടാണ് ഇതിന് ചെയിൻ റൂൾ എന്ന് പറയുന്നത്. ഇനി അതേ പ്രോബ്ലം നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചെയിൻ റൂൾ ഉപയോഗിക്കുക, ഷോർട്ട് കട്ട് മെത്തേഡ്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ആരും y എന്ന് പേര് കൊടുത്തു, നേരെ dy by dx ലേക്ക് വരികയാണ്. നേരെ dy by dx is equal to d by dx of y. y എന്നാണ് y ക്ക് പകരം മൊത്തം sin of e raised to x square. ആദ്യത്തെ സ്റ്റെപ്പ് എഴുതി, that is equal to. ഇത് മൊത്തമായിട്ട് നോക്കിയേ, ഇത് നമ്മുടെ ഫോർമുല ലിസ്റ്റില് ഏത് ഫോർമുലയുടെ രൂപത്തിലാണ്? ഇങ്ങനെ ഒരു ഫോർമുല ഇല്ല, പക്ഷെ ഇതൊരു ഫോർമുലയുടെ രൂപത്തിലാണ്. ഇത് ഏത് ഫോർമുലയുടെ രൂപത്തിലാണ്? മൊത്തമായിട്ട് പറഞ്ഞാൽ sin x ന്റെ രൂപത്തിലാണ്. ബാക്കിയൊക്കെ പറഞ്ഞേക്കാം, മൊത്തമായിട്ട് നോക്കുക. മൊത്തമായിട്ട് നോക്കുമ്പോൾ sin x ന്റെ രൂപത്തിലാണ്. sin x ന്റെ ഡെറിവേറ്റീവ് നമ്മുടെ ലിസ്റ്റിൽ കിടപ്പുണ്ട്. sin x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു x, cos x. അപ്പൊ ആ ഫോർമുല ഉപയോഗിച്ച് അതേപോലെ തന്നെ cos x ന് പകരം cos of x ന് പകരമാണ് കേട്ടോ e raised to x square. തീർന്നില്ല, അതിന് x ന് പകരം വന്നിരിക്കുന്ന ആരോടെ? നമ്മുടെ ഫോർമുല ലിസ്റ്റ് x ന് പകരം e raised to x ഉണ്ട്. അപ്പൊ അതിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. into d by dx of e raised to x square. x square അല്ല, e raised to x ന് പകരം ഇത് ഇത്രയും ഭാഗമുണ്ട്. അതിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് ചെയ്തു. ഒരു സ്റ്റെപ്പായി. തീർന്നില്ല, വീണ്ടും അടുത്ത സ്റ്റെപ്പ്. that is cos of e raised to x into, വീണ്ടും നോക്കിയാൽ d by dx of e raised to x. ഫോർമുല ലിസ്റ്റ് നോക്കുക. ഫോർമുല ലിസ്റ്റ് e raised to x square, cos of e raised to x square. എന്തെങ്കിലും അറിയാതെ എഴുതി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കണം, കറക്റ്റ് ചെയ്തോണം. നിങ്ങളുടെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വിളിച്ച് പറയണം കേട്ടോ, എഴുതുന്നില്ല. cos of e raised to x square into d by dx of e raised to x square. ഇത് വീണ്ടും ഏത് ഫോർമുലയുടെ രൂപത്തിൽ? ഫോർമുല ഇങ്ങനെ ഒരു ഫോർമുല കിടപ്പില്ല ലിസ്റ്റിൽ, എവിടെയും ഇങ്ങനെ ഒരു ഫോർമുല കാണുന്നില്ല. പക്ഷെ ഇതൊരു ഫോർമുലയുടെ രൂപത്തിലാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കേണ്ടായി. ഫോർമുലയുടെ രൂപത്തിലാണ്. ഏത് ഫോർമുലയുടെ രൂപത്തിലാണ്? e raised to x ന്റെ രൂപത്തിലാണ്. x ന് പകരം x square ആണെന്നേ ഉള്ളൂ, പക്ഷേ e raised to x ന്റെ രൂപത്തിലാണ്. e raised to x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? ലിസ്റ്റിലേക്ക് പോവുക, e raised to x തന്നെ. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? e raised to x square തന്നെ അല്ല, e raised to x ആണ്. e raised to x എഴുതി സ്റ്റോപ്പ് ചെയ്യാം.
എക്സിന്റെ രൂപത്തിലാണെന്നുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ഫോർമുല അപ്ലൈ ചെയ്ത് e² വീണ്ടും ഇൻറ്റു ചെയ്യണം. ഇൻറ്റു ചെയ്യാൻ മറക്കരുത്. വീണ്ടും എക്സിന് പകരം വന്നിരിക്കുന്നതാ ഡി. അതിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് d/dx ഓഫ് x². ഉണ്ടോ x². അത് അത്രയും നമ്മൾ പോവാ, നീണ്ടൊരു പോകണം. നമ്മൾ ഫോർമുല ലിസ്റ്റ് പഠിച്ചിരിക്കുന്ന അതേ ഫോർമുല കിട്ടത്തൊക്കെ എവിടെ തീരുന്നോ അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ. ഫോർമുല ലിസ്റ്റ് കൊടുത്തിട്ട് കുറെ ഫോർമുല ഉണ്ടോ, ആ രൂപത്തിൽ എപ്പോൾ ആ ഫോർമുല ചെന്ന് നിൽക്കുന്നോ അന്നേരം സ്റ്റോപ്പ് ചെയ്തേക്കാം. ഇപ്പോൾ തീർന്നു, ഇത് ഫോർമുല ലിസ്റ്റ് കിടക്കുന്ന x² തീർന്നു. ഇതുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, ഇനി മുമ്പോട്ട് പോയില്ല. അപ്പോൾ എന്ത് കിട്ടും? കോസ് ഓഫ് e⁻x². ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രമത്തിലൊക്കെ എഴുതാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇൻറ്റു e⁻x² ഇൻറ്റു x²ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x. നോക്കുക, നേരത്തെ കിട്ടിയ അതേ ആൻസർ തന്നെയല്ലേ. വേണമെങ്കിൽ ക്രമത്തിൽ നമുക്ക് എന്താ 2x ഇൻറ്റു e⁻x² ഇൻറ്റു കോസ് ഓഫ് e⁻x². ക്രമത്തിൽ അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഇതാണ് ഇതിന്റെ ഷോർട്ട് കട്ട് മെത്തേഡ്.